24 കണക്റ്റിൻ്റെ എറണാകുളം ജില്ലാ പ്ലൈവുഡ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ സഹായത്തോടെ നിർമ്മിക്കുന്ന 4 വീടുകൾ ഉണ്ട്. അതിൽ 2 എണ്ണത്തിൻ്റെ തറക്കല്ലിടൽ നടന്നു. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് വീടുകൾ നിർമ്മിച്ച് നൽകുന്നത്. അതിൻ്റെ വിവരമാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഞങ്ങളതിന് മാറ്റിയത് അവിടെ നിന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ ഈ 9ാം വാർഡിൽ ഉൾപ്പെടുന്ന കാരണം കൂടി ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തരാൻ ആരും തയ്യാറല്ല. അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കലക്ടറേറ്റിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ റവന്യൂ മന്ത്രിയുടെ അടുത്ത് ഈ കാര്യം പറയാം, അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്താം. നമ്മൾ നോക്കട്ടെ. ഞങ്ങൾക്ക് വീടില്ല, എവിടെ ഇപ്പൊ താമസിക്കുന്ന അമ്മച്ചി? പഴയ വില്ലേജ് റോഡ്. അമ്മച്ചിയുടെ കാര്യം ഞാൻ ഏറ്റു. അമ്മച്ചിക്ക് ഒരു വീടുണ്ടാവും. ആ വാക്ക് പാലിക്കുകയാണ്. പുത്തുമല ദുരന്തത്തിൽ വീട് നഷ്ടമായ വെള്ളിയമ്മയ്ക്ക് വീടൊരുങ്ങുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്ത് വെള്ളിയമ്മ താമസിച്ചത് ചൂരൽമലയിലായിരുന്നു. അവിടെ നിന്നും ഒരു സഹായവും ലഭിച്ചില്ല. കഴിഞ്ഞ 6 വർഷമായി വാടക വീട്ടിലാണ് കഴിഞ്ഞത്. വാടക പോലും നൽകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഏറെ സന്തോഷമെന്ന് വെള്ളിയമ്മ. 6 കൊല്ലം ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്നു, വീടില്ലാതെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരൊക്കെ വന്ന് എൻ്റെ മുന്നിൽ വന്ന് പട്ടത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. ഷൈജ പ്രശാന്ത് താമസിക്കുന്നത് വലിയൊരു മലയുടെ കീഴെ. മേപ്പാടി 9ാം വാർഡിന്റെ അതിർത്തിയിൽ താമസിക്കുന്നത് കൊണ്ട് മാത്രം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള സഹായം ലഭിച്ചില്ല. 24ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിലായിരുന്നു തന്റെ ദുരിതം ഷൈജ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഷൈജക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടും. ആ സമയങ്ങളിൽ ഞങ്ങൾ വേറെ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കുകയാണ് പതിവ്. ഇപ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു. ചൂരൽമല ദുരന്തം നടന്ന സമയത്തും ഞങ്ങൾ ക്യാമ്പിലാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഞങ്ങൾ 9ാം വാർഡ് എന്നുള്ള ഒരു പരിഗണന നമുക്ക് ഇല്ലാത്ത കാരണങ്ങൾ 10, 11, 12 വാർഡുകളിലാണ് പരിഗണനകളൊക്കെ ലഭിച്ചിരുന്നത്. പക്ഷെ നമുക്കൊരു പരിഗണനയും കിട്ടിയിരുന്നില്ല. ആ സമയത്താണ് 24ൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നത്. ഞാനിതുപോലെ കൽപ്പറ്റ ജില്ലാ സമ്മേളനം ഉണ്ടായ സമയത്ത് SK സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളാണെന്ന്. അന്ന് സാറ് പറഞ്ഞിരുന്നു എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കാണാമെന്നുള്ളത്. അതുപോലെ തന്നെ സാറ് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് 24ൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിൽ 4 പേർക്കാണ് വീട് നിർമ്മിക്കുന്നത്. അതിൽ 2 പേർക്കുള്ള തറക്കല്ലിടലാണ് നടന്നത്. ഭൂമി നൽകിയത് ചേവായൂർ സ്വദേശിയും സുൽത്താൻ ബത്തേരി താമസക്കാരനുമായ ജെയിംസും ഭാര്യ ഇന്ദുലേഖയും. ഉരുൾപൊട്ടലിലെ ദുരന്തബാധിതർക്കായിട്ട് 4 വീട് വെക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കടമ പോലെയാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് നിമിത്തമായത് 24 ചാനലാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വീട്ടുകൂടലും കഴിഞ്ഞ് അവർക്ക് ആ ചാവി കൈമാറി അവരെ ഇതിലേക്ക് കയറ്റിയാൽ ഞങ്ങൾക്കൊരു സന്തോഷമാവുള്ളൂ. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എറണാകുളം ജില്ലാ പ്ലൈവുഡ് ഡീലേഴ്സ് അസോസിയേഷൻ്റെ സഹായത്തോടെയാണ് വീട് നിർമ്മിക്കുന്നത്. ഇതൊരിക്കലും ഞങ്ങളൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് കാണുന്നില്ല. കാരണം ഇത് മനുഷ്യൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്, ഒരു കടമയാണ്. കാരണം ദുരന്തത്തിലകപ്പെട്ടവരെ സഹായിക്കാനായിരിക്കണം ഒരുപക്ഷെ ദുരന്തത്തിൽ അകപ്പെടാതെ കുറേ പേരെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കടമയായിട്ട് എടുത്തുകൊണ്ട്, ഒരു ഉത്തരവാദിത്വമായിട്ട് എടുത്തുകൊണ്ടാണ് പ്ലൈവുഡ് ഡീലേഴ്സ് അസോസിയേഷൻ ഇതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. അവിടെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് നല്ല മനസ്സുകളുണ്ടായിരുന്നു. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ജെയിംസ് സാറാണ് ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്നത്. 24 ചാനലാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ. ഞങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുകയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്ത് 24 ചാനലാണ്. മറ്റ് 2 വീടുകളുടെ നിർമ്മാണ ജോലികളും ഉടൻ ആരംഭിക്കും. ഫ്ലവേഴ്സ് ആൻഡ് 24 ന്യൂസ് പ്രൊഡക്ഷൻ കൺട്രോളർ സാനു പച്ചാളം ചടങ്ങിൻ്റെ ഭാഗമായി. 24 വയനാട്.